ഹായ് ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാരബുധനായിരുന്നു. ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോയി കുരിശൊക്കെ ഇട്ടു. പിന്നെ ജുവൽ എന്നിട്ട് സ്കൂളിൽ പോയി, ഏതനും നേഴ്സറിയിൽ പോയി. നമ്മൾ എന്നിട്ട് ഏതനും നേഴ്സറിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ കൊല്ലത്തേക്ക് വരിക. ഒന്നുമില്ല, നമ്മുടെ ധന്യ ചേച്ചി കുറച്ച് നമ്മൾ സ്ഥിരം മേടിക്കുന്ന ചെടിക്കടയിൽ നിന്ന് കുറച്ച് ചെടി മേടിക്കണം. ചെടിയും ചട്ടിയും കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അകത്ത് ഇൻഡോറിൽ വെക്കാനുള്ള കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് തന്നെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ പോയി എല്ലാം സെലക്ട് ചെയ്ത് അവിടെ വെച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇഷ്ടപ്പെടുന്നത് നമ്മൾ വാങ്ങി നേരെ അവരുടെ വീട്ടിലോട്ട് കൊണ്ട് കൊടുക്കണം. അതിനുശേഷം പൊന്നിന് കുറച്ച് പേപ്പറും കുറച്ച് ബുക്കൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് രണ്ട് ബുക്ക് വേണം, വണ്ടി വേണം. അങ്ങനെ അതിന്റെയൊക്കെ കാര്യങ്ങൾക്കായിട്ട് അത് പോരാഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്. ഇന്ന് ഏതനെ ട്യൂഷനിലോട്ട് വിടുകയാണ്. അംഗൻവാടിയിലുള്ള ടീച്ചറിന്റെ മോളിനടുത്താണ് നമ്മൾ വിടുന്നത്. അപ്പൊ ഇന്ന് ബുധനാഴ്ച നല്ലൊരു ദിവസമാണ്. അപ്പം അക്ഷരം എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ബുധനാഴ്ച നല്ലൊരു ദിവസമായിട്ട് നമ്മൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മൾ ഏതിന് ട്യൂഷൻ ആക്കും. അപ്പൊ അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള 2-3 നോട്ട്ബുക്ക് കൂടി നമുക്ക് മേടിക്കണം. അപ്പൊ അങ്ങനെ സമയമില്ല നമുക്ക്. ഏതാനും നമ്മൾ 3 മണിക്ക് അംഗൻവാടിയിൽ പിക്ക് ചെയ്തു. നമുക്ക് 5 മണിക്കുള്ളിൽ നമുക്ക് ഈ പരിപാടികളെല്ലാം തീർന്ന് നമുക്ക് തിരികെ പോകണം. ചെടിക്കടയിലോട്ട് നമ്മൾ പോവുക കേട്ടോ. അതെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ജുവലിനെ കൂട്ടുന്നില്ല. ജുവല് നേരെ സ്കൂളും കഴിഞ്ഞിട്ട് നേരെ മോള് വീട്ടിലോട്ട് പോയിക്കോളും. നമ്മൾ പോകുന്നതുമില്ല, വിളിക്കുന്നുമില്ല. ട്യൂഷൻ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അത് മുടങ്ങണ്ട. അതുകൊണ്ട് അവളെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിട്ടിട്ട് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പോയി ഒന്ന് മൊത്തത്തിലൊന്ന് ഓട്ടോ, ഒരു ഇതുമില്ല, മൊത്തത്തിലൊന്ന് ഓടിക്കറങ്ങി പെട്ടെന്ന് നമുക്ക് ചെടിക്കട ചെന്നിട്ട് കാണാം. നമ്മുടെ ചെടിക്കട അങ്ങനെ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അശോക് ലൈലാൻഡിന്റെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ചെടിക്കടയിൽ ഗൈസ് അങ്ങനെ അകത്താണെന്ന് തോന്നുന്നു. ഞാൻ ചേച്ചിയാണോ ഇവിടുത്തെ ഇക്ക ആണോ എന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. ആളില്ല ഇവിടെ. ഇതൊക്കെ നോക്ക് ഗൈസ്, ആ ഒരു രീതി തന്നെ വളർത്തിയെടുത്തിരിക്കുന്ന ആ ബോൺസായി. ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ ആ ഇക്ക. അന്ന് വന്നപ്പോൾ ഈ ഇക്ക അല്ലായിരുന്നു, ഇക്കയുടെ വൈഫായിരുന്നു. ഗൈസ് നമ്മൾ അന്നിവിടെ വന്നപ്പം ഇവിടെ ഫുള്ള് പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം പ്ലാന്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു ചെറിയ കഫേ പോലെ ഇപ്പം തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റോൺസ് ഒക്കെ ഇട്ട്. ഗൈസ്, ഇതാണ് ഒരെണ്ണം എടുക്കാമെന്ന് തീരുമാനിച്ച് വെച്ചത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം. പിന്നെ അവിടെ ഏതിനാണെങ്കിൽ കണ്ടില്ലേ, എണിയുടെ മേളിൽ കയറിയെന്ന് കളിയായിരുന്നു. പിന്നെ ഓരോ ചെടികൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പൊന്നുവാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്തുവാണ് ഏതാണെന്നൊക്കെ വെച്ച്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തന്നെ ഒന്ന് വീഡിയോ കോൾ ചെയ്യണം. അതിൻ്റെ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പ്ലാന്റ്സ് എല്ലാം മേടിച്ചു. ഈ ഒരു ബൊഗേൻവില്ല, ചൈന ഡോൾ 2 എണ്ണം, പിന്നെ ഈ ഒരു ലില്ലി 2 എണ്ണം. അങ്ങനെ നമ്മൾ പിന്നെ ഈ ചെടിച്ചട്ടി, ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചു. ഇനി നമ്മൾ നേരെ ഇത് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ധന്യ സിസ്റ്റർ വീട്ടിനടുത്താണ് പോകുന്നത്. അങ്ങനെ ഇച്ചാൻ ഓരോന്നായിട്ടെല്ലാം പറക്കി വെക്കുക. ചൈന ഡോൾ 2 എണ്ണം, പിന്നെ ഈ പൂ പിടിച്ചിരിക്കുന്നത് നല്ല ബൊഗേൻവില്ല. അപ്പം നമുക്ക് നേരെ ധന്യ സിസ്റ്റർ വീട്ടിലോട്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ ചെടിയൊക്കെ മേടിച്ചു. അതെ, ചെടിയെല്ലാം മേടിച്ചു, എല്ലാം റെഡി ആയിട്ടുണ്ട്. നേരെ ധന്യ എടുത്ത് പോകണം, ധന്യക്ക് കൊണ്ട് കൊടുക്കണം. പിന്നെ അവിടെയുള്ള കുറച്ച് പരിപാടികളും കഴിഞ്ഞിട്ട് വേണം. പിന്നെ ഏതിന് ബുക്ക് മേടിക്കണം, നീതുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. നീതു എന്ന് പറഞ്ഞത് പൊന്നുവിൻ്റെ പേര്, ഒറിജിനൽ പേരാണ് നീതു. നീതു എന്നല്ലാതെയും വിളിക്കും, വീണ്ടും പൊന്നു എന്ന് വിളിക്കും. പിന്നെ ഇനി നമുക്ക് സമയമില്ല. ഇപ്പം തന്നെ മണി 4 കഴിഞ്ഞ് 5 മണിക്ക് മുമ്പ് ഏതിനെ കൊണ്ട് അങ്ങ് പോകണം. നമ്മൾ ഉദ്ദേശിച്ച കണക്ക് അത്ര ഈ പറയുന്ന കണക്ക് അത്രയും നല്ല വലിയ രീതിയിലുള്ള വ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ ഒരു ഷോർട്ടായിട്ട് ഇത് പോകത്തുള്ളൂ. സമയമില്ല മെയിനായിട്ട്. അങ്ങും ഇങ്ങും എല്ലാം ഓടാൻ കിടക്കുക. ഓക്കെ ഗൈസ്, ഞങ്ങൾ ധന്യ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം. ഗൈസ്, ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ധന്യ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇവിടെ നമ്മൾ ചിന്നക്കട ജംഗ്ഷന് കുറച്ച് ഉള്ളിലോട്ടുള്ള നമ്മുടെ ഹോൾസെയിൽ കടയാണ്. ഇവിടെ ഏതിന് ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. ബുക്കും ഏതിന് ബുക്കും എനിക്ക് പേപ്പറൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുക. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വണ്ടിയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ വണ്ടി. ഹലോ ഗൈസ്, ഇതൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇവിടെ ചാക്കോ ഹോസ്പിറ്റലിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞമ്മയ്ക്കൊക്കെ കടയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാം ഈ കൊല്ലത്തുള്ള ഹോൾസെയിൽ കടയിലും
എല്ലാവരുമായിട്ടും നമ്മുടെ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും എല്ലാവർക്കും അമ്മാവന്മാർക്കും അങ്ങന്മാർക്കും എല്ലാവർക്കും പരിചയമുണ്ട്. പിന്നെ ആ ഒരു പരിചയം വെച്ച് നമ്മളും ഒരു സാധനം മേടിക്കുന്നതുകൊണ്ട് എല്ലാവരും നമുക്ക് ഹോൾസെയിൽ റേറ്റിലേ നമുക്ക് സാധനം തരത്തുള്ളൂ. പിന്നെ നമുക്കും ബഡ്ജറ്റ് എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭം തന്നെയാണ്. ഇത് തന്നെ ഇത്രയും സാധനം പോലും നമ്മൾ മേടിച്ചിട്ട് പോലും നമുക്ക് വെറും 610 രൂപ ആയിട്ടുള്ളൂ. ആ പൗച്ചിനായാലും ഒന്നും വലിയ റേറ്റ് എടുത്തിട്ടില്ല, എല്ലാം 10 രൂപ 30 രൂപ ആ ഒരു റേഞ്ചിലേ അവർ എടുത്തിട്ടുള്ളൂ. നോട്ട്ബുക്ക് 12 നമ്മൾ നോട്ട്ബുക്ക് എടുത്ത്, അതും ക്ലാസ്മേറ്റിന്റെ 12 നോട്ട്ബുക്ക് എടുത്തതിന് 276 രൂപ. പിന്നെ മറ്റേ 500 ഷീറ്റ് അല്ല 500 പേപ്പർ A4 ഷീറ്റിന്റെ 500 പേജിന്റെ പേപ്പർ എടുത്തതിന് നമുക്ക് 230 രൂപ ആയിട്ടുള്ളൂ. പിന്നെ ഇതിനൊരു ബോക്സ് 40 രൂപ. പിന്നെ ചെറിയൊരു പൗച്ച് 10 രൂപ. പിന്നെ നമുക്ക് മാസ്ക് കൂടി എടുത്തായിരുന്നു. 50 മാസ്ക് എടുത്തതിന് നമുക്ക് 60 രൂപ ആയിട്ടുള്ളൂ. അങ്ങനെ മൊത്തം കൂടി 616 രൂപ നമുക്ക് ആയിട്ടുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് ഭയങ്കര ലാഭമാണ്. പുറത്ത് പോയി മേടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനകത്ത് MRP എത്രയാണോ വെച്ചിരിക്കുന്നത് അത് നമ്മൾ കൊടുത്തേ പറ്റും. അതെ, നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലാഭം തന്നെയാണ്. പിന്നെ നമുക്ക് സമയമില്ല ഗൈസ്, ഇപ്പൊ തന്നെ സമയം 4:30 ആയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ധനിച്ചെടുത്ത് പോയി സാധനം കൊടുക്കുക. നമുക്ക് അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പോലും സ്ഥലമില്ല. കാരണം നമുക്ക് 5 മണിക്ക് മുന്നേ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഏറെ നമുക്ക് ട്യൂഷനിലാക്കണം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചെടിയെല്ലാം കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോക്കകത്ത് ചില വീഡിയോക്കകത്തൊന്നും സൗണ്ട് ക്വാളിറ്റി പോരാ എന്ന് കുറച്ച് പേര് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിത് വലിയ ബ്ലോഗായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതല്ല. പിന്നെ ഇട്ട് വന്നപ്പോൾ നമുക്ക് ഇടാം എന്ന് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് 59 സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ അത്രയും എഫേർട്ട് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഈ പറയുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിങ്ങളെ ചേർത്തതിന് ഒത്തിരി അധികം നന്ദിയുണ്ട്. നമ്മൾ ഈ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊന്നുമല്ല. അപ്പം അതിനെ വെച്ച് നമ്മൾ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയൊരു 59 എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ ഗൈസ്, ഞങ്ങളപ്പോൾ ധന്യചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി നമുക്ക് അവിടെ കാണാം. ഗൈസ്, നമ്മളെ ധന്യചേച്ചിയുടെ വീട്ടിൻ്റെ അടുത്ത് റോഡ് ടാർ ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം അല്ലേ ചായ? ഇവിടെ സൈഡ് ഒതുങ്ങി ഇട്ടിട്ട് പോകാനേ പറ്റൂ. ആ വഴി കയറുന്നതാണ് ധന്യചേച്ചിയുടെ വീട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് സ്പേസ് ഉണ്ട്, അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അതെ, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. സമയമില്ല ഗൈസ്, സമയമില്ല. അങ്ങോട്ട് കയറും, അവിടെ കയറുമല്ലേ? എവിടെ? അവിടെ ഇടാലോ. പക്ഷെ അതുപോലെ കുഴിയില്ല. ഇതാണ് ഗൈസ് നമ്മുടെ ധന്യചേച്ചിയുടെ വീട്ടിലോട്ട് വന്ന വണ്ടി. നമ്മൾ ചെടിയൊക്കെ ആയിട്ട് കൊണ്ടുകൊടുക്കാൻ പോവാ. ഫോൺ വിളിച്ചായിരുന്നു, പക്ഷേ ലയായിരിക്കണം. ഫോൺ ഗെയിം കളിക്കുന്നുണ്ട്, കട്ട് ചെയ്ത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ധന്യചേച്ചിയുടെ വീട്. ഹായ് പറയണം. ലയ എന്ത് ചൈന ബാക്കി എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരിക. ഏതിനു പിന്നെ സൈക്കിള് ആണ്. ലയ എന്തിടാ? ലയ തിരക്ക്. ഇതാണ് നമ്മുടെ ധന്യചേച്ചിയുടെ വീട്. ലയെ കാണാനില്ല ഗൈസ്. ലയ ഫോൺ വിളിച്ചപ്പോ ഫോണും കൊണ്ടുവന്നതാ. നമ്മള് ചെടികളെല്ലാം കൊണ്ടുവച്ചു. ഇവിടെ വേറെ കുറെ ചെടിയൊക്കെ ഉണ്ട് ഗൈസ്, സൈഡ് കണ്ടോ? ഇവിടെ കുറെ ചെടിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തുമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ നല്ല വെയിൽ, വൈകിട്ടാകുമ്പോൾ വെയിൽ നമ്മൾ നല്ലപോലെ ഈ ഒരു ഷെയ്ഡിലോട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്ലാന്റ് എടുത്ത് അകത്തോട്ട് വെക്കുക. ഏതിനും കൂടെ സഹായിക്കാനുണ്ട്. അങ്ങനെ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് അല്ല തട്ടുമല്ലോ പെട്ടെന്ന്. ലേ ഏതിനോടി കളിക്കുകയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെന്നി ഹാപ്പി എല്ലാം ആയി. ഓക്കെ ഗൈസ്, നമ്മൾ എടുത്ത് വെച്ചതുണ്ട്. ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. കാണുന്ന മുകളിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, കടലാസ് പൊളി വെച്ചിട്ടുണ്ട്. നമ്മളപ്പം
ഇവിടുന്ന് പോവുകയാണ്. അപ്പം നമുക്കിനി കാറിൽ കയറിയിട്ട് കാണാം. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ ധന്യ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നേരെ ഏതെങ്കിലും നമ്മൾ ട്യൂഷനാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ടാറിങ് ഇപ്പം അങ്ങ് എത്തി ഗൈസ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെ കിടന്നിരുന്നു. ഇപ്പം അങ്ങ് ജംഗ്ഷനിലെത്തി. നമുക്കിനി വണ്ടി തിരിച്ച് അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ധന്യ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഏതെങ്കിലും കൊണ്ടാക്കണം. അവിടെ 5 മണിയായിരുന്നു പറഞ്ഞു. ഇപ്പം തന്നെ മണി 5:10. ഇനി അവിടെ പോകണം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി തിരക്ക് എല്ലാം കൂടിയായിട്ട് ടെൻഷൻ ആവുകയാണ്. പിന്നെ വേറെ ആരും ഇല്ല. ധന്യ പാവമായതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുത്ത്. ഒരു അനിയനുണ്ട് അബി, അവനിവിടെ ഇല്ല, അവൻ പുറത്താണ്. ധന്യയുടെ ഹസ്ബൻഡും പുറത്താണ്. ധന്യ മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് അവിടെ നിന്ന് ഇവിടം വരെ വന്ന് എല്ലാം ചെയ്തത്. ഓക്കെ ഗൈസ്, ഞങ്ങൾ എന്നാൽ അപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് പോട്ട്. ഓക്കെ ബൈ. ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ നമുക്ക് അധികമൊന്നും സംസാരിക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഓട്ടപ്പാച്ചിലായിരുന്നു. കാരണം 5 മണിക്കായിരുന്നു ഏതിന് ട്യൂഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം തീർത്ത് വരാനാണ് നോക്കിയത്. കാരണം അവൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും കുറച്ച് താമസിച്ചു. 5:30 ആയി ഇറങ്ങിയപ്പം. പിന്നെ നല്ലതുപോലെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു സമയപരിമിതി കാരണം നമുക്ക് വീഡിയോ ഒന്നും നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ധന്യ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ലയ സാംസൺ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ നേരെ ഏതെൻ്റെ ട്യൂഷൻ വീടെത്തി. ഇതാണ് ഏതെൻ്റെ ട്യൂഷൻ വീട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.